നമസ്കാരം സുഹൃത്തുക്കളെ, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന BA ഹിസ്റ്ററി എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇഗ്നോ വിദ്യാർത്ഥികൾക്കായി മലയാളത്തിൽ ഓൺലൈൻ ക്ലാസുകൾ, അതുപോലെ അഡ്മിഷൻ, രജിസ്ട്രേഷൻ, അസൈൻമെൻറ്റ് ഗൈഡൻസ്, അതുപോലെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് എഡ്യൂഫിക്സ് അക്കാദമി. നിങ്ങൾക്ക് ഇഗ്നോയുമായി ബന്ധപ്പെട്ട എന്തൊരു സംശയങ്ങൾക്കും എന്തൊരു എൻക്വയറിക്കും എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇഗ്നോയുടെ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഗ്നോയുടെ എല്ലാവിധ അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഗ്നോയുടെ എല്ലാ അപ്ഡേറ്റ്സും അറിയുന്നതാണ്. ഇനി നമ്മൾ BA ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോയുടെ ഹോണേഴ്സ് കോഴ്സിലോട്ട് പ്രവേശിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട്, അതുപോലെ വീട്ടമ്മമാർക്ക്, പഠനം മുടങ്ങിയവർക്ക്, പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഡിഗ്രിയുടെ ഡ്യൂറേഷൻ മിനിമം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 3 years ആണ്. മാക്സിമം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരിക 6 വർഷമാണ്. അതിനുള്ളിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്, ഹിന്ദിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ, നിങ്ങൾക്ക് BEdനോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ഒരു ഡിഗ്രി ആയിരിക്കണം. കോമൺ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു ഡിഗ്രി നിങ്ങൾക്ക് വ്യത്യസ്ത ഡിസിപ്ലിൻസ് ഉള്ള പാടില്ല. ഒരൊറ്റ ഡിസിപ്ലിൻസ് ഉള്ളതിനെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു BEd എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഓക്കെ, എലിജിബിലിറ്റി. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഇക്വലൻ്റ്. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 5500 റുപ്പീസ്. അതിൻ്റെ കൂടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും കൂടി അടയ്ക്കേണ്ടതുണ്ട്. അതെത്രയാണ്? 700 രൂപ. അപ്പോൾ ടോട്ടൽ 6200 രൂപയാണ് നിങ്ങൾക്ക് ഫീ വരുന്നത്. ഇനി ഇതിൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. BA ഹിസ്റ്ററി ഹോണേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ കോർ കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റുകൾക്കാണ് ഇഗ്നോയിൽ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർ കോഴ്സ് എന്ന് പറയുന്നത് BHIC 101 മുതൽ 104 വരെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞ സെമസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇഗ്നോയിലുള്ള ഈ ഹോണേഴ്സ് കോഴ്സുകൾ ഇയർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാം. ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ എക്സാം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 2 സെമസ്റ്ററും കഴിഞ്ഞാലേ നിങ്ങൾക്ക് എക്സാം ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിവിടെ കാറ്റഗറൈസ് തരംതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് സെമ്മുകളായിട്ട്. പക്ഷേ നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇയറിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഇയറിൽ നിങ്ങൾക്ക് 101 മുതൽ 104 വരെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് BEv AE 181. ഇത് ഏതൊരു ഡിഗ്രിക്കാർക്കും, ഇഗ്നോയിൽ ഏതൊരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ഒരു കോഴ്സാണ് BEv AE 181. അതെല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇലക്റ്റീവ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഇലക്റ്റീവ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇലക്റ്റീവ്, ഇപ്പോൾ ഇതിൻ്റെ കോഡാണ് BPCG 171. ഇതെന്താണ്, എങ്ങനെയാണെന്ന് അറിയാത്തവർ ഇത് നമ്മളിങ്ങനെ ഈ ഒരു കോഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നോക്കൂ നിങ്ങൾ, ഇഗ്യാൻ ഘോഷ്, ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഇഗ്യാൻ ഘോഷിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ 4 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിൽ ബ്ലോക്ക് 1 എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കാം. 4 യൂണിറ്റുകളാണ് ഉള്ളത്. നേച്ചർ ഓഫ് സൈക്കോളജി ആൻഡ് സോഷ്യോ കൾച്ചറൽ പ്രോസസ്സസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് വരുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ സെയിം പകർപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണോ, ഈ ഒരു ഇതെനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. അങ്ങനെ ഇത് ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു എലക്റ്റീവ് ഉണ്ട്. ഇതും നിങ്ങൾക്ക് ഏതൊരു ഡിഗ്രിക്കാർക്കും ഇഗ്നോയിൽ നിങ്ങൾ ഇതിൽ നിന്നും ഏതെങ്കിലും കമ്പൽസറി ആയിട്ട് എടുക്കുക. ഇതൊരു കമ്പൽസറി കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊരു
എന്താ പറയുക, ഇതൊരു ലാംഗ്വേജ് കോഴ്സാണ്. ഫസ്റ്റ് ഇംഗ്ലീഷും സെക്കൻഡ് ഹിന്ദിയുമാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായി തോന്നുന്നത് അതെടുക്കാം. പൊതുവെ എല്ലാവരും ഇംഗ്ലീഷാണ് എടുക്കുന്നത്, ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദി എടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 കോഴ്സുകളിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. കോഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇഗ്നോയിൽ സബ്ജക്റ്റാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതാണ് എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമാണ്. എന്താണ് പ്രോഗ്രാം? BA ഹിസ്റ്ററി ആണോ, അതാണ് പ്രോഗ്രാം. ഓക്കെ, കോഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾക്കാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നില്ല ഇഗ്നോയിൽ. അങ്ങനെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് BHIC 105 മുതൽ 110 വരെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ നിന്നും ഒന്നും ഇതിൽ നിന്നും ഒന്നും, ഈ 2 ഇലക്റ്റീവ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഇലക്റ്റീവ്സും ഉണ്ട്, ജനറിക് ഇലക്റ്റീവ്സും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്കിൽ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കോഴ്സും ഇതിൽ നിന്നൊരു കോഴ്സും തിരഞ്ഞെടുക്കുക. ഇനി എന്താ 4th and 5th സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത്, 5th and 6th സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് BHIC 111 മുതൽ 114 വരെ എന്തുണ്ട്? കമ്പൽസറി ആണ്. പക്ഷേ ഇതിൽ നിന്നും ഏതെങ്കിലും 2 തിരഞ്ഞെടുക്കാൻ പറ്റും. ഒറ്റ ചാൻസ് ഉണ്ട്. അത് 5ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇത് 3 സബ്ജക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും 2 സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ എപ്പോഴാണ്? രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കും. ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങളെ സഹായിക്കും. ഏതാണ് എളുപ്പം പഠിക്കാൻ സൗകര്യം, ഏതാണ് ക്ലാസ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഇഗ്നോയിലുള്ള ഈ BA ഹിസ്റ്ററിയുടെ കോഴ്സുകൾക്ക് ഈ BA 181 അതുപോലെ ഇലക്റ്റീവ്സിനൊക്കെ നമ്മളടുത്ത് ക്ലാസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മളടുത്ത് ക്ലാസ് ഉണ്ട്. ബട്ട് ഈ ഒരു BHIC 101 മുതൽ 104 വരെയുള്ള ഇത്തരം BHIC സബ്ജക്റ്റിന് നമ്മളടുത്ത് ക്ലാസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾക്കൊക്കെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. അതിനു വേണ്ടി ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാം. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയിൽ എടുക്കണം, ഈ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കണം, തുടർ പഠനം വേണം എന്നുണ്ടെങ്കിൽ ഇഗ്നോയിലുള്ള ഈ ഒരു കോഴ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരും. 100% ഓൺലൈനായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. 100% ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞാൽ ID കാർഡ്, അത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ലോഗിൻ, അത് കഴിഞ്ഞാൽ മെൻറ്ററിങ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ PDF ആയിട്ട് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ അയച്ചു തരും. നിങ്ങൾക്ക് പഠനം തുടങ്ങാൻ പുസ്തകം വരുന്നതിൻ്റെ മുന്നേ തന്നെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഗ്നോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയിക്കുന്നു. എപ്പോഴാണ് എക്സാം, എപ്പോഴാണ് അസൈൻമെൻറ്റ്, എങ്ങനെയാണ് എക്സാമിന് തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും മെസ്സേജായിട്ടും കോൾ ചെയ്തിട്ടൊക്കെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ നമ്മൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തോളൂ. ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞുതരാം. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുവാനും അതുപോലെ തന്നെ പുതിയ കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സപ്പോർട്ട്, മെൻറ്ററിങ്, ഡൗട്ട് ക്ലിയറിങ് എന്തിനാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ ഇതുവരെ കേട്ടതിന് വളരെയധികം താങ്ക്സ്.